നമസ്കാരം. ശബരിമലയിൽ വീണ്ടും തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം ഏതാണ്ട് 95,000 ഭക്തജനങ്ങളാണ് 18-ാം പടി കയറി അയ്യപ്പനെ തൊഴുതു മടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ തിരക്കുണ്ടായിരുന്നു. തിരക്ക് ഒരു വിവാദമായി മാറിയിരുന്നു. അതിന് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ആ കാരണങ്ങളിൽ ഒന്ന്, നമ്മുടെ കേരള സർക്കാരിൻ്റെ നവോത്ഥാന യാത്ര ഒരു ബസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രൗഢി കുറയ്ക്കുവാനാണ് നമ്മുടെ ഈ തിരക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്നുള്ള വിവാദങ്ങൾ വന്നു. പക്ഷേ ശബരിമലയിലെ പാകപ്പിഴകളെല്ലാം പല മാധ്യമങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ആ തിരക്ക് ഉണ്ടാക്കിയെടുത്തതല്ല, ഉണ്ടായതാണ്. അത്തരത്തിലുള്ള തിരക്ക് ശബരിമലയിൽ ഉണ്ടാവുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. വീണ്ടും കഴിഞ്ഞ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തിരക്കൊന്ന് കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും തിരക്ക് കൂടിയിരിക്കുകയാണ്. ഇന്നലെ 95,000 ആണെങ്കിൽ വരും ദിവസങ്ങളിൽ ശബരിമലയിൽ ലക്ഷങ്ങളോളം ഭക്തർ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ തൊഴുവാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അത് സാധാരണഗതിയിൽ എല്ലാ മണ്ഡലകാലത്തും ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണത്. ഇപ്പോൾ വെർച്വൽ ക്യൂ ക്രമാതീതമായി കൂടിയിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ കാനനപാതയിലൂടെയുള്ള അയ്യപ്പന്മാരുടെ യാത്ര അതും കൂടിയിരിക്കുകയാണ്. ഈ വെർച്വൽ ക്യൂ കൂടുന്നതിനോടൊപ്പം കാനനപാതയിലൂടെയുള്ളൊരു അയ്യപ്പന്മാരുടെ യാത്ര കൂടുവാനുള്ള ഒരു കാരണം അതും ഈ തിരക്ക് കാരണമാണ്. എരുമേലിയിൽ അയ്യപ്പന്മാരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അയ്യപ്പന്മാർ നിലയ്ക്കലെത്തണം. നിലയ്ക്കലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടി പിടിച്ചിട്ട് KSRTC ബസ്സിലാണ് പമ്പയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പമ്പ വരെ വരുവാനുള്ളൊരു ബ്ലോക്കും, പമ്പയിലെത്തിയാൽ അതിനേക്കാൾ വലിയ ക്യൂ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. 10-12 മണിക്കൂർ ക്യൂ നിൽക്കുന്ന അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും എല്ലാം വാർത്തയിൽ നിറഞ്ഞു നിന്നതാണ്. മുന്നൊരുക്കങ്ങളുടെ പാളിച്ച തന്നെയായിരുന്നു ശബരിമലയിൽ സംഭവിച്ചത്. ഇപ്പോൾ ശബരിമലയിൽ വീണ്ടും തിരക്ക് വർദ്ധിക്കുകയാണ്. ഈ തിരക്ക് വർദ്ധിക്കാനുള്ള കാരണം ഈ അടുത്ത ദിവസങ്ങൾ, ഏതാണ്ട് 27-ാം തീയതിയാണ് മണ്ഡല പൂജ നടക്കുന്നത്, 41-ാമത്തെ ദിവസം. അപ്പോൾ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കുട്ടികളുടെ പരീക്ഷയൊക്കെ ഏതാണ്ട് 21-22 ദിനങ്ങളിൽ അവസാനിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടും. 23-ാം തീയതി തങ്കഅങ്കി ഘോഷയാത്ര ആരംഭിക്കും. അയ്യപ്പനെ ചാർത്തുവാനുള്ള ആഭരണങ്ങളുമായിട്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. ഈ കൂടുന്നതിനോടൊപ്പം കഴിഞ്ഞ വർഷം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്കായിരുന്നു ഈ വർഷം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിനു മുമ്പത്തുള്ള വർഷങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? ഈ വരുന്ന മണ്ഡലകാലങ്ങളിലൊക്കെ തിരക്ക് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രസക്തി കൂടുതലായി വർദ്ധിച്ചു വരുന്നതുകൊണ്ടാണ്. പക്ഷെ അവിടുത്തെ വരുമാനം കുറഞ്ഞു എന്നുള്ള ചില വാർത്തകൾ വരുന്നു. ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ കുറവാണ് ഇപ്പോൾ വന്നത് എന്ന് പറയുമ്പോൾ അതും ചില കുപ്രചാരങ്ങൾ കൊണ്ടാണ് എന്നുള്ള പുതിയ ക്യാപ്സ്യൂളുകളും വന്നിട്ടുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഒരാൾ അല്ലെങ്കിൽ ഒരു ഭക്തൻ ശബരിമലയിലേക്ക് എത്തുമ്പോൾ തൊഴുതു പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് തിരിച്ച് അപ്പവും അരവണയും വാങ്ങി പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇത് തൊഴാൻ പോലും പറ്റാതെ, വഴിപാടുകൾ പോലും നടത്താൻ പറ്റാതെ, മുദ്രതേങ്ങ അയ്യപ്പന് സമർപ്പിക്കാൻ പറ്റാതെ തിരിച്ചിറങ്ങി വരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് അതിൽ എത്രത്തോളം കൃത്യമായിട്ടുള്ള ഇതുവരെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ദർശന രീതിയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. ശബരിമലയിൽ വരുമാനം കുറയുന്നതിൻ്റെ കാരണം ഏകോപനത്തിൻ്റെ കുറവ് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഇത്രയും വരുമാനക്കുറവ് എന്നുള്ളതിൻ്റെ കാര്യം ദർശനം പലർക്കും കൃത്യമായി ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്യാപ്സ്യൂളുകളായി പറയുവാനായിട്ട് ഉണ്ടാക്കിയെടുത്ത തിരക്ക് എന്ന് പറയാനാവില്ല. അപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും അതിനുവേണ്ടി കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പവും അരവണയും പഴയപോലെ മാർക്കറ്റില്ല, വഴിപാടുകൾ കുറയുന്നു, കാണിക്ക കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വരും ദിവസങ്ങളിൽ ശബരിമലയിൽ 1 ലക്ഷത്തോളം ഭക്തരായിരിക്കും ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കയറുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതിൽ കൃത്യമായി പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ശബരിമലയിൽ ഒരു നല്ല മണ്ഡലകാലം, ഒരു നല്ല മണ്ഡല പൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം.